ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ഞങ്ങളുടെ ഫ്ലൈറ്റ് വന്നിട്ട് കൊച്ചി ടു കോലാലംപൂർ, കോലാലംപൂർ ടു ഹനോയ്. അപ്പോൾ കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് വന്നിട്ട് 12:35 AM അപ്പോൾ ഞങ്ങൾ ചെക്കിനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ നമുക്ക് ബോർഡ് ചെയ്യാനായിട്ട് പറ്റി. ഞങ്ങൾ ബോർഡ് ചെയ്ത് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എണീച്ച് നോക്കിയപ്പോൾ നല്ലൊരു വ്യൂ ആയിരുന്നു. ആൻഡ് എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് എനിക്കിത് കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കോലാലംപൂർ എത്തിയത് 7:25 AM അവിടെ നിന്ന് ഞങ്ങൾക്ക് ഹനോയ്ക്കുള്ള ഫ്ലൈറ്റ് 9:30 അപ്പോൾ ഞങ്ങൾക്ക് വളരെ കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വേഗം ഫ്രഷനപ്പായി ഞങ്ങൾക്ക് ഓരോരോ ടെർമിനൽസ് നമുക്ക് G10 അപ്പോൾ G10 മൂവ് ചെയ്യാം, വേഗം സ്പീഡായിട്ട് എല്ലാം ചെയ്യണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ G10 മൂവ് ചെയ്തപ്പോൾ തന്നെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബോർഡ് ചെയ്യാൻ പോവുകയാണ്. ചെക്കിൻ്റെ ടൈമിൽ നമ്മളുടെ ഒരു മൗത്ത് വാഷും ഒരു ബോഡി ലോഷനും അവരോട് പിടിച്ചു വെച്ചു. നമുക്കറിയില്ലായിരുന്നു, അത് ഫസ്റ്റ് ഫ്ലൈറ്റ് അല്ലേ, ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ട് അതെപ്പോഴും ഒരു ഓർമ്മയായിട്ടുണ്ടാവും. ഇനി അടുത്തതാണ് നമ്മൾ ശ്രദ്ധിക്കും. ഇതെല്ലാം എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ് ആൻഡ് ഫസ്റ്റ് ഫോറിൻ ട്രിപ്പാണ്. ഇതായിരുന്നു ഞങ്ങൾ മലേഷ്യ എയർലൈൻസിൽ കഴിച്ച ഫുഡ്. ഞങ്ങൾ മലേഷ്യ എയർലൈൻസ് ആയിരുന്നു ത്രൂ ഔട്ട്. അപ്പോൾ ഇത് ഫ്രൈഡ് ആൻകോവീസ് എന്നായിരിക്കും അതിനെ പ്രൊനൗൺസ് ചെയ്യുന്നുണ്ടാവുക. അത് ഒരു സോൾട്ടഡ് ചെമ്മീൻ ഫ്രൈ പോലെ ഉണക്ക ചെമ്മീനായിരുന്നു. പിന്നെ സോൾട്ടഡ് പീനട്ട്സ്, പിന്നെ ചിക്കൻ റൈസ് ആയിരുന്നു വിത്ത് ഓംലെറ്റ്, ജ്യൂസ്, ഇതെല്ലാം ഉണ്ടായിരുന്നു, ഫ്രൂട്ട്സൊക്കെ. അങ്ങനെ ഞങ്ങൾ 12 PM എത്തി ഹനോയിൽ എത്തിയപ്പോൾ ആകെ ഞങ്ങൾ മൊത്തത്തിൽ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു, ഭയങ്കര ടയേർഡായിരുന്നു. ഫ്ലൈറ്റ് മൊത്തത്തിൽ കൊച്ചി ടു കോലാലംപൂർ ടു ഹനോയ് ഇച്ചിരി അധികം ടയേർഡായിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഞങ്ങൾക്ക് ആ വ്യൂസൊക്കെ കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ഇത് നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ. ഇതായിരുന്നു ഞങ്ങൾക്ക് ത്രൂ ഔട്ട് ഞങ്ങളുടെ ട്രിപ്പിൽ വന്ന വണ്ടി. ഞങ്ങൾ 4 പേർക്കും കൂടെ ഇതായിരുന്നു. അപ്പോൾ ഞങ്ങൾ ക്യാബിൽ കയറി. ഇതായിരുന്നു സീറ്റിംഗ്. ആക്ച്വലി 9 സീറ്റർ ആയിരുന്നു. അപ്പോൾ പക്ഷെ ഞങ്ങൾ 4 പേര് മാത്രം, അതുകൊണ്ട് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് പോയി. വളരെ നീറ്റായിട്ടുള്ളൊരു പ്ലേസാണ് ഹനോയ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. അവിടുത്തെ വാഷ്റൂംസ് എല്ലാം എന്തൊരു നീറ്റാണെന്നറിയാം. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ മറ്റേത് ഭാഗത്ത് പോയാലും എനിക്ക് ഇത്ര നീറ്റ്നെസ് തോന്നിയിട്ടില്ല. ഹനോയിൽ ഏത് പബ്ലിക് ടോയ്ലറ്റ്സ് യൂസ് ചെയ്യാനും നമുക്ക് ഒരു മടിയും തോന്നില്ല, അത്രയും നീറ്റായിട്ട് അവർ വെച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് നാറ്റ് ടാൻ ബ്രിഡ്ജ്. ഇത് വിയറ്റ്നാം ജാപ്പനീസ് ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജ് എന്നും പറയാം. ഇത് ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ജാനുവരി 2015 8.9 കിലോമീറ്റേഴ്സ് വരുന്ന റെഡ് റിവറിൻ്റെ മേലെ കൂടെ പോകുന്നൊരു ബ്രിഡ്ജാണ്. ഇത് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഹനോയിലേക്ക് കണക്ട് ചെയ്യാൻ വളരെ ഈസി ആയിട്ട്, ലൈക്ക് ട്രാഫിക് ഇല്ലാണ്ട് അവർ ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രിഡ്ജ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് റിപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റലിൻ്റെ 5 ഏൻഷ്യൻ ഗേറ്റ്സിനെയാണ്. അപ്പോൾ അതിൻ്റെ രാത്രിയുള്ള ഭംഗി നല്ല രസമാണ്. നല്ല കളർഫുള്ളായിട്ട് ലൈറ്റ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് അവർ നല്ല ഭംഗിയായിട്ടാണ് അത് കൊണ്ട് നടക്കുന്നത്. നല്ലൊരു വ്യൂ ആയിരുന്നു. രാത്രിയുള്ള വ്യൂ ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല, പക്ഷേ അങ്ങനെയാണ് കേട്ടറിഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലെത്തി. ഞങ്ങൾ സ്റ്റേ ചെയ്തത് TK 123 ഹോട്ടലിലായിരുന്നു, ഹനോയിലായിരുന്നു. അപ്പോൾ നല്ലൊരു സ്റ്റേ ആയിരുന്നു. ഞങ്ങൾക്ക് അവിടെ അവർ കോംപ്ലിമെൻ്ററി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നത്. ബാക്കി ലഞ്ചും ഡിന്നറിൻ്റെ ടൈമിലൊക്കെ നമ്മൾ പുറത്തായിരിക്കുമല്ലോ. അപ്പോൾ ഇതായിരുന്നു ഹോട്ടലിൽ നിന്നുള്ള വ്യൂ. ട്രെയിൻ സ്ട്രീറ്റിൽ നിന്നും എല്ലാം നിയർ ബൈ എല്ലാ ഇതൊന്നും വളരെ ഈസിലി ആക്സസബിൾ ആയിട്ടുള്ളൊരു ഹോട്ടലായിരുന്നു. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂംസും എല്ലാം ഉണ്ടായിരുന്നു അവിടെ. ആൻഡ് അവിടുത്തെ സർവീസും പറയാതിരിക്കാൻ പറ്റില്ല, വളരെ നല്ല സർവീസ് ആയിരുന്നു. റിസപ്ഷനിസ്റ്റ് ആണെങ്കിലും എല്ലാവരും വളരെ നീറ്റായിട്ട് കോർഡിനേറ്റ് ചെയ്ത് നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.